ഈ ആരോപണം അന്ന് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ പൂങ്കുന്നം ചില ബൂത്തുകളിൽ ഈ രീതിയിൽ വൻതോതിൽ വോട്ട് ചേർത്തിരിക്കുന്നു എന്നുള്ളൊരു പരാതി വരികയും അന്ന് വോട്ട് ചെയ്യാൻ വന്നവരെ LDF പ്രവർത്തകർ തടയുകയൊക്കെ ചെയ്തു. അങ്ങനെ അതൊരു വലിയ വിഷയമായിട്ട് അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിൽ ബൂത്തിന് പുറത്ത് വലിയ ബഹളം ഉണ്ടായപ്പോ പോലീസ് എത്തുകയും അവസാനം കളക്ടർ തന്നെ രംഗത്ത് വന്നു. പക്ഷെ കളക്ടർ അന്ന് പറഞ്ഞൊരു തീരുമാനം എന്ന് പറയുന്നത് വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കാൻ കഴിയില്ല. അതായത് ആർക്കും കഴിയില്ല, ഒരു നിയമത്തിനും കഴിയില്ല. അവരുടെ ആ വോട്ടർ പട്ടികയിൽ അവരുടെ പേരുകളുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. തടയാൻ എനിക്ക് പറ്റില്ല, ഒരു സംവിധാനത്തിനും പറ്റില്ല എന്ന രീതിയിൽ എന്ന് കളക്ടർ പറഞ്ഞതനുസരിച്ചാണ് ആ പ്രശ്നം അവസാനിച്ചത്. അന്ന് വലിയ സംഘർഷവും ബഹളമൊക്കെ ഉണ്ടായതാണ്. പക്ഷെ അന്ന് തന്നെ വ്യാപകമായിട്ട് BJP വൻതോതിൽ വോട്ടർമാരെ, മറ്റ് നിയോജകമണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ടർമാരെ തൃശ്ശൂരിൽ പേര് ചേർത്ത് വൻതോതിൽ വോട്ട് ചെയ്യിച്ചു. വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു പ്ലാനിങ് നടന്നു. ആ പ്ലാനിങ്ങിനനുസരിച്ചാണ് ഏതാണ്ട് അതിനു മുമ്പ് തന്നെ എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു BJP സുഹൃത്ത് തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലുള്ള ഒരാളാണ് പറഞ്ഞത്, അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ഇത് പ്രതീക്ഷിച്ചിട്ടില്ല, ഒരു വിജയസാധ്യത ഇല്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അത്തരത്തിൽ വോട്ട് ചേർക്കലൊന്നും നടത്തിയിരുന്നില്ല. ഇക്കുറി ഞങ്ങൾ ജയിക്കാൻ തന്നെയാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 50,000-ഓളം വോട്ടുകൾ ഞങ്ങൾ ചേർത്തിട്ടുണ്ട് പുതുതായിട്ട് ഈ നിയോജകമണ്ഡലത്തിൽ. ആ വോട്ടും സുരേഷ് ഗോപിയുടെ ഒരു പേഴ്സണാലിറ്റി വോട്ടുകളും അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പിന്തുണയും വെച്ച് ഞങ്ങൾ ഈ നിയോജകമണ്ഡലത്തിൽ ജയിക്കുമെന്ന് വളരെ ആത്മവിശ്വാസത്തോടെ ഈ BJP സുഹൃത്തിനോട് പറഞ്ഞതാണ്. പക്ഷെ ഞാൻ ഇത്രത്തോളം അന്ന് വിചാരിച്ചില്ല. ഇത്രയും വലിയ ആസൂത്രണവും ഇത്രയും സംഘടിതമായ വോട്ട് ചേർക്കലും ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. അവിടെ തന്നെ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന അനുസരിച്ചിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിൽ തന്നെ വലിയ തോതിൽ 50-60 ഒക്കെ വോട്ടുകൾ ചേർത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല ഇന്നിപ്പോ മാധ്യമങ്ങളിൽ ചെന്ന് കണ്ടപ്പോ ആ ഒരു താമസിച്ചിരുന്ന സ്ത്രീക്ക് ഈ പറഞ്ഞ 9 പേരുടെ പേര് ചോദിച്ചിട്ട് ഇവരെ ആരെയും അറിയില്ല, ഇവിടെ താമസിച്ചിരുന്ന ഫ്ലാറ്റിലുണ്ടായിരുന്നതായിട്ട്. സ്വാഭാവികമായിട്ടും ഇത് വലിയ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ട് നടന്ന ഒരു കളിയാണ്. അത് വളരെ സമർത്ഥമായിട്ട് തന്നെ BJP ചെയ്തു. ഏതാണ്ട് ബാംഗ്ലൂർ സെൻട്രൽ മഹാദേവപുരം മണ്ഡലത്തിൽ ചെയ്ത പോലെ അതിന്റെ ഏകദേശം ഒരു കാർബൺ കോപ്പി പോലെയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടന്നത്. അവർ അതിന്റെ റിസൾട്ട് നേടുകയും ചെയ്തു. അപ്പൊ ഇത് ഒരു ചെറിയ സംഭവം അല്ല. ഇപ്പൊ നമ്മൾ ഈ കണ്ടിരിക്കുന്ന ഒരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ദേശീയ തലത്തിൽ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ BJP നടത്തിയ വളരെ ആസൂത്രിതമായ, വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ആണോ ഇതെല്ലാം ഇത് എന്ന് നമുക്ക് കാണേണ്ടി വരും. ഇതിപ്പോ 6 മാസം എടുത്തിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ സംഘം ഇതിനകത്ത് ഇത്രത്തോളം 1,250,000 വോട്ടുകൾ മഹാദേവപുരയില് ഫേക്കായിട്ടുള്ള വോട്ടുകൾ, അങ്ങനെ പലതരത്തിലുള്ള പല വിഭാഗത്തിൽപ്പെടുന്ന രീതിയിൽ അർഹതയില്ലാത്ത വോട്ടുകൾ ചേർത്തതും വോട്ട് ചെയ്യിച്ചതും എന്ന് കണ്ടെത്തിയത് എത്രയോ നാളത്തെ അധ്വാനത്തിന് ശേഷമാണ്. അപ്പൊ അതുപോലെ അതത്ര എളുപ്പമൊന്നുമല്ല കണ്ടുപിടിക്കാൻ. ഇലക്ഷൻ കമ്മീഷൻ ആവട്ടെ ഇപ്പൊ ഡിജിറ്റൽ വോട്ടർ പട്ടിക കൊടുക്കാത്തൊരു സാഹചര്യത്തിൽ ഇത് ഓരോ സ്ഥലത്തും പരിശോധിച്ച് കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ ഹെർക്യൂലിയൻ ടാസ്ക്. പക്ഷെ അങ്ങനെയൊന്നും ആരും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ചെയ്യാൻ എളുപ്പമല്ല. അപ്പൊ ഇത് അങ്ങനെ നടത്തിയ ഒരു ഓപ്പറേഷൻ ഇപ്പോ എല്ലാത്തിനും അവസാനം ഒരു സത്യം ജയിക്കുന്നോ അല്ലെങ്കിൽ എല്ലാം മുകളിലൊരാൾ കാണുന്നുണ്ട്, ഏത് കുറ്റവാളിയും ഒരു പഴുത് ബാക്കി വെക്കും എന്നൊക്കെ പറയുന്ന അത് സത്യമാണെന്ന് വിശ്വസിക്കാവുന്ന രീതിയിലാണ് ഇപ്പൊ ഈ കാര്യങ്ങൾ, ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ കാര്യങ്ങൾ എത്തും. ഇപ്പോ ബാംഗ്ലൂർ സെൻട്രലിലെ നിയോജകമണ്ഡലത്തിലെ കാര്യം പറഞ്ഞുകൊണ്ട് അതിന്റെ തെളിവുകൾ പുറത്തുവിട്ട രാഹുൽ ഗാന്ധി തുറന്നുവിട്ടത് ഒരു വലിയ ഭൂതത്തെയാണ് കുടത്തിൽ നിന്ന്. ആ ഭൂതം ആരെയൊക്കെ വിഴുങ്ങും? BJP വിഴുങ്ങുമോ, അത് ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയെ വിഴുങ്ങുമോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. വളരെ വ്യക്തമായിട്ട് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പത്രസമ്മേളനം ഇത്രത്തോളം ഭൂകമ്പം സൃഷ്ടിച്ച അനുഭവം വളരെ കുറച്ചേ ഉള്ളൂ. അത്രത്തോളം, പ്രത്യേകിച്ച് ഇലക്ഷൻ കമ്മീഷനെതിരെ ഇതുപോലൊരു ആരോപണം, ഇതുപോലൊരു പത്രസമ്മേളനം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു സുവർണാധ്യായം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ വിശ്വാസ്യത എന്ന് പറയുന്നത് ഇലക്ഷനിലെ സുതാര്യതയാണ്. ആ സുതാര്യത ഇല്ലാതായാൽ ഒരു ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രധാന പാർട്ടിക്ക് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ കൈവശമുള്ള സാങ്കേതികത ഉപയോഗിച്ച് അവരെ സഹായിക്കുന്നു. അതിനകത്ത് പരമാവധി എന്താ പറയാ ക്രമക്കേടുകൾ നടത്തി ആ ഭരണ പാർട്ടിയെ സഹായിക്കുന്നു എന്നൊക്കെ വന്നാൽ ഇലക്ഷൻ ഒരു പ്രഹസനായി മാറുകയാണ്.
കർണാടക സത്യം പറഞ്ഞാൽ അത്രത്തോളം വലിയൊരു അട്ടിമറി ഉണ്ടായിട്ടാണ് നമുക്ക് തോന്നാത്തൊരു സ്ഥലമായിരുന്നു. 9 നിയോജകമണ്ഡലങ്ങളിൽ അന്ന് കോൺഗ്രസ് ജയിച്ചതാണ്. പക്ഷെ അവർ 16 ജയിക്കുമെന്ന് വിശ്വസിച്ചെടുത്താണ് 9 എണ്ണത്തിൽ മാത്രം ജയിക്കാൻ കഴിഞ്ഞത്. അവിടെ നിന്നാണ് സംശയം തുടങ്ങി. പക്ഷെ അതിനേക്കാൾ സത്യം പറഞ്ഞാൽ കൂടുതൽ അവിശ്വസനീയത തോന്നിയത് ഹരിയാന റിസൾട്ടിനെ സംബന്ധിച്ചാണ്. ഒരു എക്സിറ്റ് പോൾ ഇതിൽ പോലും ഹരിയാനയിൽ BJPക്ക് വിജയസാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നില്ല. മഹാരാഷ്ട്രയിൽ തൊട്ട് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ഉണ്ടാക്കിയ സ്ഥാനത്ത് പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലം തൊടാതെ പോകുന്ന, അതായത് 50 സീറ്റുകൾ മാത്രമാണ് അവിടുത്തെ ഈ പറഞ്ഞ കോൺഗ്രസ് സഖ്യത്തിന് കിട്ടിയത്, അല്ലെങ്കിൽ ശിവസേന NCP സഖ്യത്തിന് കിട്ടിയത് എന്നുള്ളത് അന്ന് തന്നെ ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വലിയ അട്ടിമറിയാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പൊ എന്തെല്ലാമാണ്, എവിടെയെല്ലാമാണ്, ഏത് അളവിൽ, ഏത് വ്യാപ്തിയിൽ ഇത് നടന്നു എന്നുള്ളത് വളരെ വിശദമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയുള്ളൂ. പക്ഷേ ഇലക്ഷൻ കമ്മീഷന്റെ സമീപനം വളരെ നെഗറ്റീവാണ്. ആരോപണം ഉന്നയിച്ച രാഹുൽ ഗാന്ധിയെ എങ്ങനെ അകത്താക്കാം എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.